പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവ് നമുക്ക് മറുവിടമായി നിന്ന് സകല കഷ്ടങ്ങളിൽ നിന്നും നമ്മളെ സൂക്ഷിച്ച് ഇന്ന് രാവിലെ കാലവും ആ രക്ഷയുടെ സന്തോഷം നമ്മുടെ ഉള്ളിൽ തന്ന് നമ്മെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നതിനാൽ നമുക്ക് നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത്. എത്ര പേര് ഇന്നത് രാവിലെ കാലം ഞാൻ ഭാഗ്യമുള്ളവളാ, ഞാൻ ഭാഗ്യമുള്ളവനാ എന്ന് ചിന്തിക്കുന്നു? അങ്ങനെ നമ്മൾ ചിന്തിക്കണം. നാം വളരെ ഭാഗ്യമുള്ളവരാ. കാരണം നാം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം തിരഞ്ഞെടുക്കുന്നത് എന്തിനാണ്? നമുക്ക് വളരെ നല്ലതായിട്ട് യൂസ് ചെയ്യാനല്ലേ? ഇന്നെല്ലായിടത്തും തിരച്ചില്ല. ഞാൻ തുണിക്കടയിലെ കാര്യം പറയുന്നില്ല. ഒരു ടൊമാറ്റോ മേടിക്കണേ പോലും കടയിൽ ചെന്ന് 1 കിലോ ടൊമാറ്റോ മേടിക്കുകയാണെങ്കിൽ നമ്മളൊന്ന് തിരയും അല്ലേ? പ്രൈസ് ദി ലോർഡ്. എന്നാൽ കർത്താവ് നമ്മളെ എന്ത് യോഗ്യത കണ്ടാണ് തിരഞ്ഞെടുത്തത്? യോഗ്യതയൊന്നുമില്ലെങ്കിലും അവൻ തിരഞ്ഞെടുത്ത് നമ്മളെ യോഗ്യരാക്കി അവൻ്റെ വേല ചെയ്യുവാൻ വേണ്ടി ആക്കി വെച്ചിരിക്കുമ്പോൾ ഇന്ന് രാവിലെ കാലവും അവൻ്റെ വചനത്തിൽ നിന്ന് പോഷണം പ്രാപിച്ച് പുഷ്ടിയുള്ളവരായി ജീവിപ്പാൻ്റെ കൊണം നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായിട്ട് യെശയ്യാവ് 25:4 വാക്യം. ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിൻ്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ നീ എളിയവന് ഒരു ദുർഗവും ദരിദ്രന് അവൻ്റെ കഷ്ടത്തിൽ ഒരു കോട്ടയും കൊടുങ്കാറ്റിൽ ഒരു ശരണവും ഉഷ്ണത്തിൽ ഒരു തണലും ആയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ ദിവസം വായിച്ച ഒരു ജോൺ പൈപ്പർ എഴുതിയതാണ് ഒരു റൈറ്റപ്പ് ഞാൻ വായിക്കട്ടെ. A woman who fears the Lord will not run away from God to satisfy her longings and relieve her anxieties. She will wait for the Lord. She will hope in God. She will stay close to the heart of God and trust His promises. The prospect of departing into the way of sin will be too fearful to pursue, and the benefits of abiding in the shadow of the Almighty too glorious to forsake. Hallelujah. ഈ ദൈവത്തെ ഉപേക്ഷിച്ച് നമുക്ക് എങ്ങും ഓടിപ്പോകാൻ പറ്റത്തില്ല കേട്ടോ. ദൈവത്തെ ഭയപ്പെടുന്നൊരു സഹോദരി ഒരിക്കലും ദൈവത്തിൽ നിന്ന് എന്തെല്ലാം പ്രതികൂലം വന്നാലും ഓടിപ്പോയില്ല. അവളുടെ ആകുല ചിന്തകൾക്ക് ദൈവം വിടുതൽ തരും എന്ന ഒരു ഉത്തമ ബോധ്യത്തോടെ തൻ്റെ പ്രത്യാശ ദൈവത്തിൽ അർപ്പിച്ച് യഹോവയ്ക്കായി അവൾ കാത്തിരിക്കും. അവൻ്റെ വാഗ്ദത്തങ്ങളെ നമുക്ക് മുറുകെ പിടിക്കാം. അത്യുന്നതൻ്റെ നിഴലിലാണ് അവളുടെ ആശ്വാസം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തയ്ക്കായിട്ടെടുത്ത യെശയ്യാവ് 25:4 ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന് നേരെ ആഞ്ഞടിക്കും. അങ്ങനത്തെ അനുഭവങ്ങൾ കടന്നു വരും. When the blast of the terrible ones is as a storm against the wall എന്ന. അപ്പോൾ എന്തോ ഒരു ചീറ്റല, ഒരു കൊടുങ്കാറ്റ് പോലെ വരണമെങ്കിൽ എന്തൊരു ചീറ്റലായിരിക്കും ആ ഭയങ്കരന്മാരുടെ അല്ലേ? അപ്പോൾ ദൈവ പൈതലേ, ദൈവം നമുക്കൊരു ദുർഗമായി, കോട്ടയായി, ശരണമായി, തണലായി വെളിപ്പെടും. ഇന്ന് അതിരാവിലെ ഞാൻ ഓർപ്പിക്കട്ടെ, നീ ആവശ്യത്തിലാണോ ഇരിക്കുന്നത്? കഷ്ടത്തിലാണോ? കൊടുങ്കാറ്റിലാണോ? ഉഷ്ണത്തിലാണോ എന്ന് മറ്റുള്ളവർക്കറിയില്ല. പക്ഷെ നിന്നെ നിർമ്മിച്ചവന് നീ കടന്നു പോകുന്ന പാത അറിയാം. നിനക്ക് അവൻ എങ്ങനെയാണെങ്കിലും വെളിപ്പെട്ട് വന്ന് സഹായം തരണമോ? ഏത് വിധത്തിൽ? ദുർഗമായിട്ട് വരണമോ? അതോ തണലായിട്ട് വരണമോ? ശരണമായിട്ട് വരണമോ? കോട്ടയായിട്ട് വരണമോ? എങ്ങനെ വെളിപ്പെട്ട് വന്ന് നിനക്ക് ശരണം തരണം എന്നുള്ളത് അവനറിയാം. സങ്കീർത്തനം 34:17 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ 6 വാക്യങ്ങളുണ്ട്. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ചു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അവൻ്റെ അസ്ഥികളെ എല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിലൊന്നും ഒടിഞ്ഞു പോകുകയുമില്ല. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ പായിക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. യഹോവ തൻ്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു, അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. ഈ 6 വാക്യത്തിൽ പറയുന്ന 6 കാര്യം ഞാനൊന്ന് പെട്ടെന്ന് പറയട്ടെ. ഒന്നാമത്, കഷ്ടങ്ങളിൽ അവൻ ശരണമാണ്. ഏതെല്ലാം കാര്യങ്ങളിൽ അവൻ ശരണമായിരിക്കും എന്നുള്ളതാണ്. കൊടുങ്കാറ്റല്ലേ? ചീറ്റലല്ലേ? പ്രൈസ് ദി ലോർഡ്. കഷ്ടങ്ങളിൽ അവൻ ശരണമാണ്. സങ്കീർത്തനം 34:17
അതായത് നീതിമാൻ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിച്ചു. 2, മനത്തകർച്ചയിലും അവൻ ശരണമാണ്. സങ്കീർത്തനം 34:18. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. അനർത്ഥങ്ങളിൽ അവൻ ശരണമാണ് കേട്ടോ. സങ്കീർത്തനം 34:19. നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അപകടങ്ങളിൽ അവൻ ശരണമാണ് കേട്ടോ. സങ്കീർത്തനം 34:20. അവൻ്റെ അസ്ഥികളെ എല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിലൊന്നും ഒടിഞ്ഞു പോകത്തില്ല. ശത്രുക്കൾ മധ്യേ അവൻ ശരണമാണ് കേട്ടോ. സങ്കീർത്തനം 34:21. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ പയക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. തോൽവിയിൽ പരാജയപ്പെട്ടിരിക്കുവാണെങ്കിൽ അവിടെ അവൻ നിനക്ക് ശരണമാണ്. സങ്കീർത്തനം 34:22. യഹോവ തൻ്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു, അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. ദൈവ പൈതലേ, നീ അവനിൽ ശരണപ്പെട്ടാലുണ്ടല്ലോ, അവൻ നിന്നെ കരുതി സൂക്ഷിക്കും. ഒരിക്കലും അവൻ നിന്നെ കൈവിടത്തില്ല. യെശയ്യാവ് 51:16 ഇങ്ങനെ പറയുന്നു: ഞാൻ ആകാശത്തെ ഉറപ്പിച്ച് ഭൂമിക്ക് അടിസ്ഥാനമിടുകയും സിയോനോട് നീ എൻ്റെ ജനമെന്ന് പറയുകയും ചെയ്യേണ്ടതിന് ഞാൻ എൻ്റെ വചനങ്ങളെ നിൻ്റെ വായിലാക്കി എൻ്റെ കൈയുടെ നിഴലിൽ നിന്നെ മറച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ കൈയുടെ നിഴലിൽ നിന്ന് മാറരുത് കേട്ടോ. നിന്നെ അവന് വേണം. അവൻ്റെ വചനം വ്യാപാരം ചെയ്യാനായിട്ടാണ് അവൻ നിൻ്റെ വായിൽ വചനങ്ങളെ ആക്കിയത്. നിന്നെ അവൻ അവൻ്റെ കൈയുടെ നിഴലിൽ മറച്ചുകൊള്ളും. ഇത് തന്നെയാണ് യെശയ്യാവ് 49:2 പറയുന്നത്: അവൻ എൻ്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി തൻ്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. അവൻ എന്നെ മിനുക്കി അമ്പാക്കി തൻ്റെ പൂണിയിൽ മറച്ചു വെച്ചു. പക്ഷെ കുഞ്ഞേ, എന്നും നീ ഇങ്ങനെ മറഞ്ഞ് ഇരിക്കേണ്ടിയവളല്ല. ഭയങ്കരന്മാരുടെ ചീറ്റിലൊന്ന് തീരട്ടെ, കർത്താവ് അത് തീർക്കും. നിന്നെ അവൻ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ചെയ്യുക മാത്രമോ? ഹല്ലേലൂയ. സങ്കീർത്തനം 27:5 പറയുന്നത് പോലെ അന്നത്തെ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. അതുകൊണ്ട് ഈ കർത്താവിനോട് ചേർന്ന് നിന്നു, പറ്റി നിന്നു, ആത്മീയ ജീവിതത്തെയും ഭൗതിക ജീവിതത്തെയും അതിൻ്റെ വീര്യത്തെ കെടുത്തുന്ന കാര്യങ്ങൾ എന്നും നമ്മുടെ ഇടയിൽ കടന്നു വരും. ഒന്ന് മാറുമ്പോൾ ഒന്നായിട്ട് കടന്നു വരും. പക്ഷേ തളർന്നു പോകരുതേ. നല്ല ദാവീദാകുന്ന കർത്താവിനോട് ചേർന്ന് നിൽക്കുക. 1 ശമൂവേൽ 22 അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം കാണുന്നു, ഞെരുക്കമുള്ളവർ, കടമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവരൊക്കെ ദാവീദിനോട് ചേർന്ന് നിന്നു. ഞെരുക്കമുള്ളവർ, ദോസ് ഹു ആർ ഇൻ ഡിസ്ട്രസ്, മനസ്സിലും ശരീരത്തിലും ദുരിതം അല്ലെങ്കിൽ അസ്വസ്ഥത നീ അനുഭവിക്കുന്നുണ്ടോ? കടമുള്ളവർ, ഇൻ ഡെപ്റ്റ്, നീ കടബാധ്യതയിലാണോ? സന്തുഷ്ടിയില്ലാത്തവർ, ഡിസ്കണ്ടൻറ്റഡ്, അസംതൃപ്തിയുടെ അവസ്ഥയിലാണോ ദൈവത്തിലെ നീ? നിൻ്റെ അവസ്ഥ നല്ലവനായ ദൈവം മാറ്റി നിന്നെ പ്രാപ്തിയുള്ളവനാക്കും. നിന്നെ സമർത്ഥരാക്കി മാറ്റുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഇങ്ങനെയുള്ള അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ നാം 4 കാര്യം ചെയ്യണം. അതിങ്ങനെ പറയാം നമുക്ക്: ബ്ലെസ്, ബോസ്റ്റ്, മാഗ്നിഫൈ ആൻഡ് എക്സോൾട്ട്. അതായത് ഞാൻ 34 സങ്കീർത്തനത്തിൽ തന്നെ നിന്നുകൊണ്ട് സംസാരിക്കുന്നു. വാഴ്ത്തണം, പ്രശംസിക്കണം, മഹിമപ്പെടുത്തണം, ഉയർത്തണം. യഹോവ എല്ലാ കാലത്തും വാഴ്ത്തുന്നവരായിരിക്കണം, ആരാധിക്കുന്നവരായിരിക്കണം. ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും എല്ലാം ഒരു സ്ഥിരത വേണം. ഉള്ളത്തിൽ നിന്നുയരുന്ന നമ്മുടെ സ്തുതി കേൾക്കുന്നവർക്ക് സന്തോഷം കൊടുക്കും. അപ്പോൾ നാം യഹോവയെ വാഴ്ത്തണം, പ്രശംസിക്കണം, മഹിമപ്പെടുത്തണം, ഉയർത്തണം. നമുക്ക് ഈ ലോകത്തിൽ ഒന്നും പ്രശംസിക്കാനില്ല, യഹോവയിൽ മാത്രം. അതാണ് ദാവീദ് 34 സങ്കീർത്തനം 2 പറയുന്നത്: എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു. ഒരു യഥാർത്ഥ ഭക്തൻ അങ്ങനെ ആയിരിക്കണം. എന്നാൽ പ്രാകൃത മനുഷ്യൻ, ജഡികൻ എങ്ങനെയായിരിക്കുമെന്നോ? സങ്കീർത്തനം 49:6 അവർ തങ്ങളുടെ സമ്പത്തിൽ ആശ്രയിക്കുകയും ധനസമൃദ്ധിയിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. നമുക്ക് നമ്മുടെ ദൈവത്തിൽ പ്രശംസിക്കാം. അവനെ എപ്പോഴും വാഴ്ത്താം, അവനിൽ പ്രശംസിക്കാം. അതിനുശേഷം ഹല്ലേലൂയ, സീക്ക് ദ ലോർഡ്. യഹോവയെ നോക്കണം, യഹോവയെ അന്വേഷിക്കണം. അവങ്കിലേക്ക് നോക്കിയോ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. സങ്കീർത്തനം 34:5.
പിന്നെ നാം ഫിയർ ദ ലോർഡ്, നാം ദൈവത്തെ ഭയപ്പെടണം. ഹല്ലേലൂയ. 34 സങ്കീർത്തനം 9 വാക്യം, യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവീൻ, അവൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. ഭക്തന്മാരെ മുട്ടില്ലാതെ നടത്തുന്ന ദൈവം. പ്രൈസ് ദ ലോർഡ്. പക്ഷെ നീ ഒരു ഭക്തനാണോ? സങ്കീർത്തനം 84:11 പറയുന്നു, നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കുകയില്ല. അങ്ങനെ ദൈവഭയമുള്ളവരായി നാം ജീവിപ്പാൻ ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. അങ്ങനെയുള്ളവർ 4 കാര്യം ശ്രദ്ധിക്കണം. പ്രൈസ് ദ ലോർഡ്. ഡിസയർ വാട്ട് ഈസ് ഗുഡ്. സങ്കീർത്തനം 34:12, നന്മ കാണാൻ ആഗ്രഹിക്കണം. ആ ഒരു ആഗ്രഹത്തിലേക്ക് ഇന്ന് വരാമോ? നന്മ കാണാൻ. നമ്മൾ നന്മ കാണും, നാം മറ്റുള്ളവരുടെ നന്മ കാണും. അങ്ങനെയൊന്ന് ചിന്തിക്കാൻ ഏറ്റെടുക്കാൻ പറ്റുമോ? 2, സ്പീക്ക് വാട്ട് ഈസ് ട്രൂ. സങ്കീർത്തനം 34:13, ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. 3, പെർസ്യൂ വാട്ട് ഈസ് റൈറ്റ്. സങ്കീർത്തനം 34:14, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. 4, എക്സ്പെക്റ്റ് വാട്ട് ഈസ് ബെസ്റ്റ്. സങ്കീർത്തനം 34:15, യഹോവ അവൻ്റെ ചെവി നമുക്കൊരിക്കലും അടച്ചു കളയത്തില്ല. 15 വാക്യത്തിൽ പറയുന്ന, യഹോവയുടെ ചെവി നീതിമാന്മാരുടെ നിലവിളിക്ക് തുറന്നിരിക്കുന്നു. അവൻ കേൾക്കുക കേട്ടോ. സോ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്തുവാ? ദ ബെസ്റ്റ് നമുക്ക് കിട്ടും. സോ എക്സ്പെക്റ്റ് വാട്ട് ഈസ് ബെസ്റ്റ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ഭയങ്കരന്മാരുടെ ചീറ്റ് കൊടുങ്കാറ്റ് പോലെ അടിച്ചാലും നിൻ്റെ ദൈവം നിനക്ക് ദുർഗമായിരിക്കും, കോട്ടയായിരിക്കും, ശരണമായിരിക്കും, തണലായിരിക്കും. പോരെ? പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഹല്ലേലൂയ, അതിനുള്ള കണ്ടീഷൻസ് നാം എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഓർത്ത് ഒത്തിരി തീരുമാനങ്ങൾ ഇന്ന് രാവിലെ കാലത്തെ വചനധ്യാനത്തിൽ നമുക്ക് ഏറ്റെടുക്കാനുണ്ട്. ഹല്ലേലൂയ. അതിൽ ചിലതെങ്കിലും മറക്കാതെ വീണ്ടും ഇത് കേട്ട് പ്രൈസ് ലോർഡ് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ദൈവത്തിന് പ്രസാദമുള്ളവരായി ജീവിക്കാമേ. അങ്ങനെ നമുക്ക് ദുർഗമായി, കോട്ടയായി, ശരണമായി, തണലുമായിരിക്കുന്നവൻ ഹല്ലേലൂയ നമ്മോട് പറയുക. യെശയ്യാവ് 41:10, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കണ്ട. ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഇന്ന് രാവിലെ കാലം കേൾപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം. മഞ്ഞുപോലെ നീ നിൻ്റെ വചനം ഞങ്ങൾക്ക് പൊഴിച്ചിട്ട് തരുന്നതിനാൽ സ്തുതിക്കുന്നു ഞങ്ങൾ. ഹല്ലേലൂയ. പക്ഷേ പലപ്പോഴും ഞങ്ങൾ ഭ്രമിച്ചു പോകുന്നു, ഞങ്ങളുടെ ശക്തി ഇല്ലാതായി പോകുന്നു, ആര് ഞങ്ങളെ സഹായിക്കുമെന്നോർത്ത് ഭാരപ്പെടുന്നു. എന്നാൽ നിൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞങ്ങളെ താങ്ങുമെന്നും ഹല്ലേലൂയ ഞങ്ങളെ സഹായിക്കുമെന്നും ഞങ്ങളെ ശക്തീകരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഭ്രമിച്ചു നോക്കാതെ വണ്ണം മുന്നോട്ട് കാലിലെടുത്ത് വെപ്പാൻ നീ ഞങ്ങളെ ബുദ്ധി ഉപദേശിക്കുമ്പോൾ അതിനുള്ള കൃപ ഇന്ന് വചനം കേട്ട സകലരുടെ മേലും കർത്താവേ നീ പകരുമാറാകണം. നേരോടെ നടക്കുന്നവർക്ക് നീ ഒരു നന്മയും മുടക്കുകയില്ലല്ലോ, ഒന്നിനും മുട്ടുവരാതെ നീ ഞങ്ങളെ കാക്കുമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ കർത്താവേ. അതുകൊണ്ട് കർത്താവേ, അസന്തുഷ്ടിയുള്ളവരും ഞെരുക്കമുള്ളവരും കടമുള്ളവരും ഒക്കെ കർത്താവേ നിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ മുഖത്തെ ഹല്ലേലൂയ ലജ്ജാപൂർണ്ണമാക്കി വിടുന്ന ദൈവമല്ല നീ. ശത്രു ലജ്ജിപ്പിക്കുവാൻ നിൽക്കുമ്പോൾ ഹല്ലേലൂയ ഞങ്ങളുടെ മുഖത്തെ പ്രകാശിതരാക്കി തീർക്കുമെന്ന് നിൻ്റെ വാഗ്ദത്തമുള്ളതിനാൽ ഹല്ലേലൂയ ഇന്ന് രാവിലെ കാലം ഞങ്ങൾ നിൻ്റെ മുഖത്തേക്ക് നോക്കുന്നു, കരയുന്നു, അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.